ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ മാസം ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ ആരാധനക്രമത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാനായിട്ട് നാം ഒരുങ്ങുന്ന അവസരമാണല്ലോ. തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരുക്കം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിലും വേദപാഠാധ്യാപകർ എങ്ങനെയാണ് ഹൃദയത്തിൽ പുൽക്കൂടുണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തന്നത് ഓർക്കുകയാണ്. സുഹൃദേവങ്ങൾ ചൊല്ലി ആശയടക്ക കാര്യങ്ങൾ ക്രമപ്പെടുത്തി സ്വർഗത്തിലൊരു പുൽക്കൂടുണ്ടാക്കി ചെറിയ ചെറിയ പ്രാർത്ഥനകളിലൂടെ ഉപവാസങ്ങളിലൂടെ ഹൃദയത്തിലൊരു പുൽക്കൂടുണ്ടാക്കി യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണമെന്ന് അവർ പറഞ്ഞു തന്നത് ഓർക്കുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ല ഒരുക്കവും അതുതന്നെയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമായ ആളുകൾക്കും മുതിർന്നവർക്കും ഈ 25 ദിവസം കൊണ്ട് അവരുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറാനായി സാധിക്കും. ക്രിസ്മസിൻ്റെ സന്ദേശം മനസ്സിലാക്കാനായിട്ട് ക്രിസ്മസ് വിവരണത്തിൽ നാം കണ്ടെത്തുന്ന ചില കഥാപാത്രങ്ങളെ നമുക്ക് ധ്യാന വിഷയമാക്കാം. ആദ്യമായി ഗബ്രിയേൽ മാലാഖയെയാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നാം പരിചയപ്പെടുക. ദൈവം മാലാഖമാർക്കൊരവസരം കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ആരാധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നിഷേധിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വേണമെങ്കിൽ മാറിപ്പോകാം. ലൂസിഫറും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് മാലാഖമാരും പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറല്ല. ലൂസിഫർ പറഞ്ഞു, എന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടതെന്ന്. ആ അവസരത്തിൽ മാലാഖമാരോട് വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ മനുഷ്യരെ പോലെയല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യവും ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും, കഴിഞ്ഞ കാര്യങ്ങൾ, വരാൻ പോണ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം ഒരിക്കലും നിങ്ങൾക്ക് തിരുത്താനായിട്ട് പറ്റുകയില്ല. വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട്. പക്ഷേ ലൂസിഫറും കൂട്ടുകാരും പറഞ്ഞു, ദൈവത്തെ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ല, എല്ലാവരും ആരാധിക്കേണ്ടത് തന്നെയാണെന്ന് ലൂസിഫർ അവകാശപ്പെട്ടു. ലൂസിഫർ സ്വയം ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചു. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നു പോലും പിശാച് പറയുന്ന ഇതാണ്, നീ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ പ്രപഞ്ചം മുഴുവനും തരാമെന്ന്. ഇപ്പോൾ ലൂസിഫർ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൂസിഫറിനെ ആരാധിക്കുക എന്നുള്ളത്. എന്നാൽ ഗബ്രിയേൽ മാലാഖ അതിൻ്റെ കൂടെ കൂടിയില്ല. അദ്ദേഹം ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് മിഖായേൽ എന്ന മുഖ്യദൂതനായ മാലാഖയുടെ കൂടെയാണ് കൂടുക. ഈ ഗബ്രിയേലാണ് ദൈവസ്വരം കേട്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് മംഗളവാർത്തയുടെ സന്ദേശം അറിയിക്കുന്നത്. മംഗളവാർത്തയുടെ സന്ദേശം കേൾക്കാനായി പറ്റുന്നത് ദൈവികതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. ദൈവത്തോടു കൂടെ നിൽക്കാനും ജീവിക്കാനും തീരുമാനമെടുത്തിട്ടുള്ളവർക്കാണെന്നും ഗബ്രിയേൽ ദൂതൻ്റെ ചരിത്രം സൂചിപ്പിക്കുകയാണ്. മംഗളവാർത്ത കേൾക്കാനായി സാധിക്കുന്നത് ഗബ്രിയേൽ ദൂതനെ പോലെയുള്ള ആളുകൾക്കാണ്. ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തോടു കൂടെ നിൽക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന ആളുകൾ. നാം നമ്മുടെ നാവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മംഗളകരമായ കാര്യങ്ങൾ പറയാനാണോ എന്ന് ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയാകും. ഞാൻ കുറ്റം പറയാനും പരാതി പറയാനും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താനുമെല്ലാം എൻ്റെ നാവ് ഉപയോഗിക്കാറുണ്ടോ എന്ന് പരിശോധിക്കുകയും നാവ് കൊണ്ട് ചെയ്യുന്ന എല്ലാ തെറ്റുകളും പരിഹരിക്കാനായിട്ട് ഗബ്രിയേൽ ദൂതൻ്റെ സന്ദർശനം തീർച്ചയായും നമ്മോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാം മറ്റുള്ളവർക്ക് മംഗളവാർത്ത കൊടുക്കുന്നവരായി മാറാനായിട്ട്
ശ്രമിക്കുകയും ക്രിസ്മസിന് ഒരുക്കമായുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ നാവ് കൊണ്ട് ഏതെങ്കിലും സന്തോഷകരമായ വാർത്തകൾ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകൾ, മംഗളകരമായ കാര്യങ്ങൾ നമ്മുടെ മക്കളോടും ജീവിത പങ്കാളിയോടും അയൽക്കാരോടുമെല്ലാം പറഞ്ഞ് നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചും കൂടി ഉല്ലാസപ്രദവും സന്തോഷകരവുമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം. രണ്ടാമതായി, ക്രിസ്മസിൻ്റെ വിവരണത്തിൽ നാം കണ്ടെത്തുന്നത് പരിശുദ്ധ കന്യാമറിയത്തെയാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തോടാണ് മംഗളവാർത്ത അറിയിക്കുക. മാതാവിൻ്റെ അക്കാലത്തെ വിശ്വാസം ഒരു സാധാരണ വിശ്വാസമായിരുന്നു. പുരുഷനെ അറിയാതെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും? മാലാഖ പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമായി ഇല്ല. പരിശുദ്ധ മറിയ ഉടനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവം പറഞ്ഞത് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാധാരണ വിശ്വാസം ഒരു അസാധാരണ വിശ്വാസമായി മാറുകയാണ്. ലോകചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് മാലാഖ മറിയത്തോട് പറഞ്ഞത്. ഇനി സംഭവിക്കാനും സാധ്യതയില്ലാത്തൊരു കാര്യം സക്കറിയായോട് പറഞ്ഞത്, നിനക്ക് വാർദ്ധക്യത്തിൽ കൊച്ചുണ്ടാകുമെന്നാണ്. അങ്ങനെ കൊച്ചുണ്ടായ പലരെയും കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത് വളരെ ഒറ്റപ്പെട്ടൊരു പ്രസ്താവനയാണ്. പരിശുദ്ധ മറിയം അത് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിൽ നിന്നൊരു കൃപ ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്വീകരിക്കാനായി തയ്യാറാകണം. പരിശുദ്ധ കന്യാമറിയത്തിന് അറിയാമായിരുന്നു, ഞാൻ ഈ രീതിയിൽ ഒരു കൊച്ചിനെ ഗർഭം ധരിച്ചാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഒരുപക്ഷേ കല്ലെറിയപ്പെടും, യൗസേപ്പ് തന്നെ ഉപേക്ഷിച്ച് പോയെന്നിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കാനുള്ള ബുദ്ധി പരിശുദ്ധ മറിയത്തിനുണ്ട്. അതുകൊണ്ടാണ് മാതാവ് മാലാഖയോട് ചോദിച്ചത്, എങ്ങനെ സംഭവിക്കും? എല്ലാ കാര്യത്തിനും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടിയെന്ന് വരികയില്ല. ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികൾ കാണാനായിട്ട് പറ്റും. അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളും ചില പ്രത്യേക സാഹചര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണെന്നും പരിശുദ്ധ മാതാവിൻ്റെ സംഭവം നമ്മോട് സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി, ക്രിസ്തുമസ് വിവരണത്തിൽ നാം കണ്ടെത്തുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നീതിമാനാണ് എന്നാണ് ബൈബിൾ പറയുക. അദ്ദേഹം തൻ്റെ ഭാര്യയാകാനുള്ള സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും നീതിമാനായി പെരുമാറുകയാണ്. ബൈബിൾ പറയുന്ന നീതി അങ്ങനെയാണെങ്കിൽ കരുണയാണ്. അദ്ദേഹം ശരിക്കും പഴയ നിയമം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. മറിയത്തെ കല്ലെറിയാനായിട്ട് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ യൗസേപ്പ് ഒരു തീരുമാനമെടുത്ത്, ഞാൻ നാട് വിട്ടു പോവുകയാണ്, ഞാൻ വഴിയാണ് അവൾ ഗർഭിണിയായതെന്ന് നാട്ടുകാർ കരുതിക്കോട്ടെ. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. മറിയത്തെ അപമാനിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. ശരിയായ സ്നേഹം എപ്പോഴും ഇങ്ങനെയാണ്. പലപ്പോഴും നാം ഇപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങളും വഴക്കുമൊക്കെ പല സ്ഥലത്തും നടക്കുന്നതായി മനസ്സിലാക്കുന്നുണ്ട്. എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തികളെ കൊല്ലുന്ന ആളുകൾ. യൗസേപ്പ് പിതാവ് അങ്ങനെയല്ല ചെയ്തത്. ശരിയായ സ്നേഹം, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും, അല്ലെ അയാൾ എന്നെ വഞ്ചിച്ചതായി തോന്നിയാലും, ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ആ വ്യക്തിയെ നശിപ്പിക്കാനായിട്ടല്ല ശ്രമിക്കുന്നത്, തന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ആ വ്യക്തിക്ക് ഉപകാരം ചെയ്യാനാണ് ശ്രമിക്കുകയും. യൗസേപ്പ് പിതാവ് അങ്ങനെയാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് യൗസേപ്പ് പിതാവിനെ നീതിമാനെന്ന് വിളിക്കുക. ഇപ്പോൾ പല പള്ളികളിലും വീടുകളിലുമൊക്കെ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയും തൻ്റെ ഒരു പ്രസംഗത്തിൽ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനെക്കുറിച്ച്. എന്താണ് ആ ചിത്രം സൂചിപ്പിക്കുക? യൗസേപ്പ് പിതാവ് ഉറങ്ങുന്ന അവസരത്തിലാണ് ഒരു ദൈവദൂതൻ വന്ന് യൗസേപ്പിനോട് പറയുന്നത്, മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് അത് കേട്ടു. അതുകൊണ്ടാണ് അവർക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നാട്ടുകാരുടെ സ്വരം കേട്ടാൽ പറ്റുകയില്ല. ശാന്തതയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഭാര്യാഭർത്താക്കന്മാരൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നാട്ടുകാർ പറഞ്ഞതോ തൻ്റെ തോന്നലോ അനുസരിച്ച് തീരുമാനമെടുക്കരുത്. വിശുദ്ധ യൗസേപ്പ് ചെയ്തതുപോലെ ദൈവസ്വരത്തിനായി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നാൽ തീർച്ചയായും വിശുദ്ധ യൗസേപ്പിനോട് സംസാരിച്ച് ദൈവം
ഭാര്യയോടും ഭർത്താവിനോടുമെല്ലാം സംസാരിക്കും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് വിശുദ്ധ യൗസേപ്പ് നമുക്ക് പറഞ്ഞു തരികയാണ്. തിരുക്കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ തീർച്ചയായും നമ്മുടെയും എല്ലാം വീട്ടിൽ പല പ്രശ്നങ്ങളും കടന്നു വരും. നാം ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾക്ക് ദൈവം പ്രാർത്ഥനാ അവസരത്തിൽ ഉത്തരം നൽകും. നമ്മുടെ പ്രശ്നങ്ങളെ അങ്ങനെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നും വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. നാലാമതായി ക്രിസ്തുമസ് വിവരണത്തിൽ നാം കാണുന്നത് പുൽക്കൂട് വിശുദ്ധ യൗസേപ്പിനും മാതാവിനും നൽകിയ വ്യക്തിയെയാണ്. യൗസേപ്പും മാതാവും വെറുതെ അപരിചിതരാണ്, വഴിയാത്രക്കാരാണ്, ഒന്നുമില്ലാത്തവരെ പോലെയാണ് അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അവർക്ക് കൊടുക്കാനായിട്ട് ഒരു തൊഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം അത് കൊടുക്കാനായി തയ്യാറായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അപരിചിതരായ പല ആളുകളും നമ്മെ സഹായിച്ചിട്ടുണ്ട്. മാതാവ് യൗസേപ്പ് പിതാവും കയ്യിൽ പണവുമായിട്ടാണ് പോയത്. സത്രത്തിൽ അവർ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ സത്രക്കാരന് കൊടുക്കാനുള്ള പണമൊക്കെ ഉണ്ടായിരുന്നു. സത്രത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവർ പുൽക്കൂടിലേക്ക് പോയത്. ഏതായാലും ആ പുൽക്കൂട് കൊടുത്ത വ്യക്തിയെ നാം ക്രിസ്മസ് നാളുകളിൽ ഓർക്കുന്നു. നമുക്കും പലപ്പോഴും ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളും കിട്ടിയെന്നിരിക്കാം. അബ്രാഹാം ആളറിയാതെ ദൈവദൂതന്മാരെ സ്വീകരിച്ച കാര്യവും അതുവഴി അനുഗ്രഹം കിട്ടിയ കാര്യവും നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇതുപോലെ അപരിചിതരായ വഴിപോക്കരെ സഹായിച്ച ആ വ്യക്തിയെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കിതുപോലെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടാകും. അപരിചിതരായ ചില ആളുകളും നമുക്ക് നമ്മുടെ യാത്രയിലും ജീവിതത്തിലും ഇങ്ങനെയുള്ള പലരിൽ നിന്നും സഹായം കിട്ടുന്നുണ്ട്. യേശുക്രിസ്തു കാൽവരിയിലേക്ക് കുരിശുമായി പോയപ്പോൾ ശിമയോൻ യേശുവിനെ കുരിശ് വഹിക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കും സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് നമ്മെക്കൊണ്ട് പറ്റാവുന്നതുപോലെ നമ്മുടെ സമ്പത്ത് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതിനാൽ പുൽക്കൂട് നൽകിയ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനും പഠിക്കാനുമായിട്ട് ക്രിസ്മസ് നാളിലുണ്ട് എന്നോർക്കാം. അഞ്ചാമതായി ക്രിസ്തുമസ് നാൾ നാം കാണുന്ന മാലാഖമാരുടെ ഒരു കൂട്ടത്തെയാണ്. അവർ വന്ന് കീർത്തനമാലപിക്കുന്നു, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മാലാഖമാരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് ദൈവസ്തുതിപ്പ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സുള്ളവർക്ക് മാത്രമേ സമാധാനം കിട്ടൂ എന്ന് മാലാഖ പ്രഖ്യാപിക്കുകയാണ്. യേശുക്രിസ്തു ആരാണ്, ക്രിസ്തു എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ ആ സ്തുതിപ്പിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിശുദ്ധ പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കുക. ജോബിൻ്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാം നമുക്ക് ഈ കാര്യം വായിക്കാനായിട്ട് പറ്റും. നിങ്ങളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കുക. 1 തെസ്സലോനിയർ 5:16 നാം ഈ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന തീർച്ചയായും സന്തോഷത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദുഃഖിച്ചിരിക്കുന്ന ആളുകളും ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളും അല്പനേരം ഒന്ന് ശബ്ദത്തിൽ സ്തുതിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ഏതോ രീതിയിൽ മാറിക്കിട്ടും. അപ്പസ്തോലന്മാർ സ്തുതിച്ച് കാത്തിരുന്നപ്പോഴും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുവെന്ന് നാം ബൈബിളിൽ വായിക്കുകയാണ്. മാലാഖമാരുടെ കൂട്ടം നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ് കൂട്ടായ സ്തുതിപ്പ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൂട്ടായ ദൈവസ്തുതിപ്പിലേക്ക് നമ്മുടെ കുടുംബത്തിലാകാം. കുറച്ചു നേരമെങ്കിലും എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. സന്മനസ്സുള്ള ആളുകൾക്ക് സമാധാനം കിട്ടാനുള്ളൊരു മാർഗം കൂടിയാണ് സ്തുതിപ്പെന്ന് മാലാഖമാരുടെ ഈ കീർത്തനം സൂചിപ്പിക്കുകയാണ്. ആറാമതായി ക്രിസ്തുമസ് വിവരണത്തിൽ നാം കണ്ടെത്തുന്ന ഇടയന്മാരെയാണ്. യഹൂദ പശ്ചാത്തലമനുസരിച്ച് ഇടയന്മാർക്ക് പ്രത്യേക പ്രസക്തികളൊന്നുമില്ല. അവർ താഴ്ന്നൊരു വംശമാണ്. അവരെ ആരും ശ്രദ്ധിക്കാറില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് വേണേൽ അവരെ വിളിക്കാനായിട്ട് പറ്റും. അവർക്ക് സമൂഹത്തിൽ ആരും ഒരു സ്ഥാനം കൽപ്പിച്ചിരുന്നില്ല. അവരുടെ സാക്ഷ്യങ്ങൾ പോലും ആരും അംഗീകരിച്ചിരുന്നില്ല, കേട്ടിരുന്നില്ല. സാക്ഷ്യം പറയാനായിട്ട് അവർക്ക് അവകാശമില്ലെന്നാണ് ഇടയന്മാരെക്കുറിച്ച് യഹൂദന്മാരുടെ സമൂഹത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നത്
ഈ രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ഇടയന്മാരുമായി ബന്ധപ്പെട്ട ഈ കാര്യം നാം മനസ്സിലാക്കുകയാണ്. കരിഞ്ഞ തിരി ഞാൻ കിടത്തിക്കളയുകയില്ല, ചതഞ്ഞ ഞാങ്കള ഞാൻ ഒടിച്ചു കളയുകയില്ല. ഞാൻ വന്നിരിക്കുന്ന അവഗണിക്കപ്പെട്ടവരെ സ്വീകരിക്കുവാനും അവരും സ്വീകാര്യരാണെന്ന് പ്രഖ്യാപിക്കാനും വേണ്ടിയാണ്. ഇടയന്മാരെക്കുറിച്ച് നാം വായിക്കുന്നത് രാത്രിയിൽ കാവലിരുന്നവർ എന്നാണ്. ജാഗരണ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നാം പറയാറുണ്ട്. കാവൽ എന്ന വാക്ക് ബൈബിളിൽ വളരെ പ്രസക്തമായൊരു വാക്കാണ്. കായൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന്. ഇവിടെ ഇടയന്മാരെ ആടിനെയാണ് കാത്തിരുന്നത്. എന്നാൽ കാവലെന്ന വാക്കിന് ഇങ്ങനെയൊരു പ്രസക്തിയുണ്ട്. നാം നമ്മെക്കൊണ്ട് പറ്റാവുന്നത് പോലെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ സഹായിക്കാനും അവർക്ക് കാവൽക്കാരാകാനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നമുക്ക് ഓർക്കാനായിട്ട് ശ്രമിക്കാം. ഇടയന്മാർ ഉടമസ്ഥന്മാരിൽ അവർ ഉടമസ്ഥന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളോടാണ് മാലാഖ സംസാരിച്ചത്. ജോലിയുടെ പ്രസക്തിയെക്കുറിച്ച് കൂടി ഇടയന്മാർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഏഴാമതായി ക്രിസ്തുമസ് വിവരണത്തിൽ നാം കണ്ടെത്തുന്നത് നക്ഷത്രമാണ്. ഒരു നക്ഷത്രം മുമ്പേ പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം വഴി കാണിച്ചു കൊടുത്തു. രാജാക്കന്മാരെ നക്ഷത്രമാണ് പുൽത്തൊഴുത്തിലെത്തിക്കുക. എന്നാൽ ഈ നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹെരോദോസിൻ്റെ കൊട്ടാരത്തിൽ അത് വിരിയുന്നില്ല, കാണപ്പെടുന്നില്ല. നാം പലപ്പോഴും നക്ഷത്രങ്ങളെക്കുറിച്ചും സ്റ്റാറിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. നമ്മുടെയും ദൗത്യം ഇതാണ്, നക്ഷത്രമാവുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയും മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും. നക്ഷത്രവും ഈ രീതിയിൽ നമുക്കൊരു വലിയൊരു സന്ദേശം തരുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്മസ് കാലഘട്ടങ്ങളിലും നമ്മുടെ വീടിൻ്റെ മുമ്പിലും സ്ഥാപനത്തിന് മുമ്പിലെല്ലാം നക്ഷത്രമിടുക. ക്രിസ്മസ് ആയിരിക്കുന്നു, യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു, നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം. അവിടെ പോയാൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജനിച്ച യേശുക്രിസ്തുവിനെ കാണാനായി പറ്റുമെന്ന് നക്ഷത്രം നമ്മോട് പറഞ്ഞു തരികയാണ്. നാം ഓരോരുത്തരും നക്ഷത്രങ്ങളാകാനായിട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എട്ടാമതായി നാം ക്രിസ്മസ് വിവരണത്തിൽ കാണുന്ന രാജാക്കന്മാരെയാണ്. 3 രാജാക്കന്മാർ. ക്രിസ്മസിൽ നാം ആശംസകളും സമ്മാനങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രാജാക്കന്മാർ കൊണ്ടുവന്ന സമ്മാനങ്ങളാണ്. അവർ സ്വർണം, കുന്തിരിക്കം, മീറ എന്നിവയാണ് കൊണ്ടുവന്നത്. സ്വർണം സൂചിപ്പിക്കുകയാണ് യേശുക്രിസ്തു ഒരു രാജാവാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭൂമിയിലല്ല എൻ്റെ രാജ്യം, പക്ഷേ യേശുക്രിസ്തു ഒരു രാജാവാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തു പുരോഹിതനാണ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കുന്തിരിക്കം അവർ കൊണ്ടുവരിക. കുന്തിരിക്കം ആരാധനയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. മീറ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തെയും സംസ്കാരത്തെയും എല്ലാം സൂചിപ്പിക്കുന്നു. ഇങ്ങനെ യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തുവിൻ്റെ മരണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സമ്മാനത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. പുരോഹിതനാണ്, രാജാവാണ്. കുരിശിലെ മരണത്തിലൂടെയാണ് യേശുക്രിസ്തു തൻ്റെ പുരോഹിത ദൗത്യം നിർവഹിക്കാനായിട്ട് പോകുന്നത്. രാജാക്കന്മാർ നൽകിയ സമ്മാനത്തെ ഓർത്തുകൊണ്ടാണ് ഈ കാലത്തും ക്രിസ്മസ് നാളുകളിൽ നാം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത്. ഏറ്റവും നല്ല സമ്മാനം നാം മറ്റുള്ളവരുടെ മാന്യമായി പെരുമാറുന്നതാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. 9ാമതായി നാം ഈ ക്രിസ്മസ് വിവരണത്തിൽ കാണുന്നത് ശിമയോൻ എന്ന വയോധികനായ മനുഷ്യനെയാണ്. ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ശിമയോൻ വരികയാണ്. ശിമയോൻ പറഞ്ഞു, എനിക്കൊരു വെളിപാടുണ്ടായിരുന്നു, ഞാൻ ഈ ശിശുവിനെ കാണും. ഈ ശിശു മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അയച്ച അത്ഭുത ശിശുവാണ് എന്ന രീതിയിൽ ശിമയോൻ സംസാരിക്കുകയാണ്. 10ാമതായി നാം ക്രിസ്തുമസ് വിവരണത്തിൽ കണ്ടെത്തുന്നത് ഹന്നായിയാണ്. ചെറുപ്പത്തിലെ തന്നെ വിധവയായി മാറിയ ഒരു സ്ത്രീ. പക്ഷേ
ആ സ്ത്രീ ചെയ്തത് തൻ്റെ വ്യക്തിപരമായ ദുഃഖത്തെക്കുറിച്ച് പരാതി പറഞ്ഞ് പ്രാർത്ഥന ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമെല്ലാം നിരന്തരം ദേവാലയത്തിലായിരുന്നു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. അതുകൊണ്ട് ഹന്നായ്ക്കും ആ സമയത്ത് ദേവാലയത്തിൽ വരാനായിട്ട് പറ്റുകയാണ്. ശിശുവിനെ കാണുന്നു. അവർ രണ്ടുപേരും ആ കൈക്കുഞ്ഞിൽ ദൈവത്തിൻ്റെ അത്ഭുത ശിശുവിനെ കാണുകയാണ്. ഒരു കാര്യം നാം മറന്നു പോകരുത്. ക്രിസ്മസ് വിവരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഏറ്റവും പ്രാധാന്യം നൽകി നാം ഓർക്കേണ്ടത് ഉണ്ണിയേശുവിനെ തന്നെയാണ്. നാം പല ആളുകളും പുൽക്കൂട് കണ്ടിട്ടുണ്ട്. പുൽക്കൂടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ണിയേശുവിനാണ്. അവിടെയുള്ള നക്ഷത്രം, മൃഗങ്ങൾ, രാജാക്കന്മാർ, ഇടയന്മാർ, പരിശുദ്ധ മാതാവ്, യൗസേപ്പിതാവ്, ഇവരെല്ലാം ഉണ്ണിയേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയും തലകുനിച്ചും ഉണ്ണിയേശുവിനെ നോക്കിയുമെല്ലാമാണ് പുൽക്കൂട്ടിൽ നിൽക്കുക. ക്രിസ്തുമസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം യേശുക്രിസ്തു തന്നെയാണ്. ഉണ്ണിയേശുവിനെ നാം ബഹുമാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ തന്നെയാണ് നാം ഓർക്കുക. യേശുക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ പഠനങ്ങൾ, സ്നേഹത്തിൻ്റെ പഠനങ്ങൾ, എങ്ങനെ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വിശുദ്ധമായി ജീവിക്കാമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. യേശുക്രിസ്തു തൻ്റെ കുരിശിലെ മരണം വഴി നമ്മുടെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു. ക്രിസ്തുമസിലും നാം ഓർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. നമുക്കും ക്രിസ്തുമസിനൊരുക്കമായി നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ ഹൃദയം ഒരുക്കാം. നമ്മുടെ ഹൃദയവും വീടുമെല്ലാം ഒരു പുൽക്കൂടാക്കി മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തു തന്നെ നമുക്ക് തരും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.